Hi friends, welcome to my YouTube channel. എന്ന് പറയുന്ന പ്ലസ് ടുവിലെ ഓർഗാനിക് കെമിസ്ട്രിയിലെ ടോപ്പിക്കായിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. നമ്മൾ ആദ്യം ഹാലോ ആൽക്കെയിൻസ് അതിൻ്റെ പ്രിപ്പറേഷനും എന്താണ് ക്ലാസിഫിക്കേഷൻ നമ്മൾ കണ്ടു. ഇനി നമ്മൾ നോക്കുന്നത് അതിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസും കെമിക്കൽ പ്രോപ്പർട്ടീസുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോഴത്തേക്ക് നമുക്ക് ഓരോ കെമിക്കൽ പ്രോപ്പർട്ടീസായിട്ട് നമുക്ക് എന്ത് ചെയ്യാം നോക്കാവുന്നതാണ്. അപ്പം ആദ്യം നമുക്ക് അതിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് നമുക്ക് നോക്കാം. ഇതിൽ നമുക്ക് അറിയേണ്ട കാര്യം പറയുമ്പോഴത്തേക്ക് ദ ലോവർ മെംബ്രെയിൻ ആർ ഏതാണ് ഗ്യാസസ്, അതായത് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് ഒരു ലോവർ ആൽക്കൈൻ എന്ന് പറയുന്നത് ഏതായിരിക്കും ഗ്യാസ് അറ്റ് റൂം ടെമ്പറേച്ചറാണ്. പക്ഷേ ഹയർ മെംബ്രെയിൻസ് ഏതാണ് ലിക്വിഡ് ആകാം അല്ലെങ്കിൽ എന്ന് പറയുമ്പോഴത്തേക്ക് സോളിഡ് ആകാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കാണുന്ന ഫിസിക്കൽ പ്രോപ്പർട്ടീസ് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ലോവർ മെംബ്രെയിൻ ഓഫ് എന്താണ് ആൽക്കെയിൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഹാലോ ആൽക്കെയിൻ എന്ന് പറയുന്ന ആൾക്കാർ ഗ്യാസും ബാക്കിയുള്ളതെല്ലാം ഏതായിരിക്കും മീൻസ് ഹയർ ഹാലോ ആൽക്കെയിൻ എന്ന് പറയുന്നതെല്ലാം ഏതായിരിക്കും ലിക്വിഡ് അല്ലെങ്കിൽ ഏതായിട്ട് മാറാം സോളിഡായിട്ട് മാറാം. ഇനി രണ്ടാമത്തെ പറയുമ്പോഴത്തേക്ക് ഈ എടുക്കുന്ന കോമ്പൗണ്ട് അല്ലെങ്കിൽ വോളറ്റൈൽ ഹാലജൻ കോമ്പൗണ്ട്സ് ഏതാണ് സ്വീറ്റ് സ്മെല്ലാണ്. ഈ എടുക്കുന്ന ഹാലോ ആൽക്കെയിൻ്റെ എന്താണ് വോളറ്റൈലാണ്, അതുപോലെ അത് എന്താണ് ഒരു സ്വീറ്റ് സ്മെല്ലും വരുന്ന കോമ്പൗണ്ടാണ്. ഇനി നമുക്കതിൻ്റെ ബോയിലിംഗ് പോയിൻ്റ് നമുക്ക് നോക്കാം. ബോയിലിംഗ് പോയിൻ്റ് ഓഫ് എന്താണ് ആൽക്കൈൽ ഹാലൈഡ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ഏതായിരിക്കും ഹൈഡ്രോ കാർബൺ. അതായത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു ആൽക്കൈൽ ഹാലൈഡിൻ്റെ ബോയിലിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് ആരെക്കാളും ഒരു നോർമൽ ആൽക്കൈനേക്കാളും എന്തായിരിക്കും കൂടുതലായിരിക്കും. ഇനി അതുപോലെ ഈ എടുക്കുന്ന ഏതാണ് ബോയിലിംഗ് പോയിൻ്റ് ഓഫ് എന്തുവാണ് ഹാലോ ആൽക്കൈൻ ഇൻക്രീസസ് വിത്ത് ഏതാണ് മോളിക്കുലർ മാസ്. അതായത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ക്ലോറോമീഥേനേക്കാളും എന്തുമായിരിക്കും ബോയിലിംഗ് പോയിൻ്റ് കൂടുതലായിരിക്കും ഏതെന്ന് പറഞ്ഞാൽ ക്ലോറോ ഈഥേൻ. അതായത് ആസ് ദ നമ്പർ ഓഫ് കാർബൺ ഇൻക്രീസസ് ദ ബോയിലിംഗ് പോയിൻ്റ് ഓൾസോ എന്തുമായിരിക്കും ഇൻക്രീസസ്. ഇനി നമുക്ക് അടുത്ത് നോക്കാം. ഇൻ ദ കേസ് ഓഫ് ഐസോമെറിക് ആൽക്കൈൻ അല്ലെങ്കിൽ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് ബ്രാഞ്ചഡ് ആൽക്കൈൻ വരുമ്പോഴത്തേക്ക് അവൻ്റെ ബോയിലിംഗ് പോയിൻ്റ് എന്തായിരിക്കും കുറവായിരിക്കും. അപ്പോൾ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഇപ്പോൾ നോർമൽ ആൽക്കൈനും ഉണ്ടാകാം, ആ നോർമൽ ആൽക്കൈൻ്റെ ബോയിലിംഗ് പോയിൻ്റ് ആയിരിക്കും എന്തെന്ന് പറയുന്നത് കൂടുതൽ ആസ് കമ്പയർഡ് ടു ഏതായിരിക്കും ബ്രാഞ്ചഡ്. ഓക്കെ, അവിടെ നമ്മൾ വരുമ്പോഴത്തേക്ക് ബ്രാഞ്ചഡ് വരുമ്പോഴത്തേക്ക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ത് ചെയ്യും അവിടെ ഡിക്രീസ് ചെയ്യാം, സർഫസ് ഏരിയ എന്ത് ചെയ്യാം ഡിക്രീസ് ചെയ്യാം. ഇനി അടുത്ത പോയിൻ്റ് ആൽക്കൈൽ ഹാലൈഡ്സ് ആർ ഏതാണ് സോലുബിൾ ഇൻ വാട്ടർ ഡ്യൂ ടു ഏതാണ് ഇൻ്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് എടുക്കുന്ന ആൽക്കൈൽ ഹാലൈഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഏതാണ് സോലുബിൾ ഇൻ വാട്ടർ ആണ് ഡ്യൂ ടു ഏതാണ് ഇൻ്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആൻഡ് റെഡിലി സോൾബിൾ അല്ലെങ്കിൽ റെഡിലി സോൾബിൾ ഏതാണ് ഓർഗാനിക് സോൾവൻ. ഇതാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആയിട്ടുള്ളത്. നമുക്കതിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടീസ് നമുക്ക് നോക്കാം. കെമിക്കൽ പ്രോപ്പർട്ടീസിൽ അതായത് നമ്മൾ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഏതാണ് ആൽക്കൈൽ ഹാലൈഡ്, അതിൽ ഫസ്റ്റ് നമ്മൾ നോക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് ഏതാണ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനാണ് നമ്മൾ നോക്കുന്നത്. അതായത് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ദ റിയാക്ഷൻ ഇമിച്ച് എന്താണ് ആറ്റം ഓർ ഗ്രൂപ്പ് ഓഫ് ആറ്റംസ് ആർ എന്താണ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഓർ എന്താണ് റീപ്ലേസ്ഡ് ബൈ ദ സെയിം നമ്പർ ഓഫ് എന്താണ് അതർ ആറ്റംസ് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ആറ്റം. അപ്പോൾ നമ്മൾ എടുക്കുന്ന ആൽക്കൈൽ ഹാലൈഡിന് നമ്മൾക്ക് എന്താണ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ വഴി നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പം ഇവിടെ നമ്മൾ നോക്കുന്നത് ഇപ്പോൾ സപ്പോസ് നമ്മൾ എടുക്കുന്ന ആൽക്കൈൽ ഹാലൈഡ് എന്താണ് ഒരു ഹാലജൻ ഗ്രൂപ്പാണ്. അതിലെ ഹാലജൻ ഗ്രൂപ്പിനെ നമുക്ക് എന്ത് ചെയ്യാം റീപ്ലേസ് ചെയ്യാം ബൈ ദ അഡീഷൻ അല്ലെങ്കിൽ ബൈ ദ യൂസ് ഓഫ് അതർ ഏതാണ് ആറ്റം അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആറ്റം. അതിൽ നമ്മൾ നോക്കുന്നത് ഇപ്പോൾ സപ്പോസ് RX എന്ന് പറയുന്ന ഒരാളുണ്ട്, നമ്മൾ ആരുമായിട്ട് കമ്പൈൻ ചെയ്യും ഒരു Y മൈനസ്. ഇപ്പോൾ Y മൈനസ് എന്ന് പറഞ്ഞാൽ ആരാകാം നമ്മൾ എടുക്കുന്ന OH ആകാം, അല്ലെങ്കിൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഏതാണ് മീൻസ് വേറെ ഏതെങ്കിലും ഒരു ഫങ്ഷൻ ഗ്രൂപ്പ് ആകാം. അപ്പോൾ ഇതാണ് നമ്മൾ നോക്കുന്ന ഏതെന്ന് പറയുന്ന റിയാക്ഷനായിട്ട് നമ്മൾ വരുന്നത്. അപ്പോൾ നമുക്ക് നോക്കുമ്പോഴത്തേക്ക് ഇനി നമുക്ക് ഓരോ റിയാക്ഷൻ വിത്ത് നമുക്ക് നോക്കാം. റിയാക്ഷൻ വിത്ത് ഏതാണ് അക്വസ് KOH ഓർ ഏതാണ് NaOH. ഇവിടെ ഹൈലൈറ്റ് ചെയ്യേണ്ട കാര്യം നമ്മളിവിടെ എടുക്കുന്നത് ഏതാണ് അക്വസ് ആണ്. അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഏതാണ് അക്വസ് സോഡിയം ഹൈഡ്രോക്സൈഡ് അല്ലെങ്കിൽ ഏതായിരിക്കും പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡാണ് നമ്മളിവിടെ എന്ത് ചെയ്യുന്നത് കൺസിഡർ ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മളിവിടെ ഒരു ആൽക്കൈൽ ഹാലൈഡായ സപ്പോസ് ഞാനിവിടെ എടുക്കുന്ന പറയുമ്പോഴത്തേക്ക് ഏതാണ് ഒരു CH3
CL എടുത്തു, ഇവൻ ആരുമായിട്ട് റിയാക്ട് ചെയ്യും? സപ്പോസ് KOH. ഈ KOH ഏതാണ്? അക്യൂസ് ആണ്. നമ്മളിത് അവിടെ നോക്കി വെക്കണം, KOH. ഇതിലെ Kയും CLും കമ്പൈൻ ചെയ്യുമ്പോൾ അവിടെ എന്ത് ഫോം ചെയ്യും? KCl അവിടെ എന്ത് ചെയ്തു? ഫോം ചെയ്തു. ഇനി അവിടെ ആരേ ഉള്ളൂ? ഈ എടുക്കുന്ന CH3OH കമ്പൈൻ ചെയ്യുമ്പോൾ ആരായിട്ട് മാറും? ആൽക്കഹോളായിട്ട് മാറും. അപ്പോൾ നമ്മൾ ആദ്യം കാണുന്ന റിയാക്ഷനിൽ ഈ എടുക്കുന്ന ഹാലോ ആൽക്കൈൻ ആരുമായിട്ട് റിയാക്ട് ചെയ്യും? ഒരു അക്യൂസ്. ഏതാണ്? അക്യൂസ് KOHO NOH റിയാക്ട് ചെയ്യുമ്പോഴത്തേക്ക് എന്തായിട്ട് മാറും? ഇറ്റ്സ് കറസ്പോണ്ടിങ് ആൽക്കഹോളായിട്ട് മാറും. നമ്മൾ നേരത്തെ ഏതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ, മീൻസ് ഇതിന് മുന്നേ പ്രിപ്പറേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ആൽക്കഹോളിനെ നമുക്ക് എന്താക്കാം? ഹാലോ ആൽക്കൈനാക്കി മാറ്റാം. ഇവിടെ നമ്മൾ നോക്കുന്നത് എന്താണ്? എടുക്കുന്ന ആൽക്കൈൽ ഹാലൈഡിനെ നമ്മൾ എന്താക്കി മാറ്റും? ഒരു ആൽക്കഹോളാക്കി മാറ്റുന്ന റിയാക്ഷൻ നമ്മൾ കാണുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് റിയാക്ഷൻ നമുക്ക് നോക്കാം. റിയാക്ഷൻ വിത്ത് ഏതാണ്? അമോണിയ. അപ്പം അമോണിയ നമുക്കറിയാം ഏതാണ്? NH3. അപ്പം ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് എന്താണ് NH3യിൽ എടുക്കുന്ന RX എന്ന് പറഞ്ഞ ആൽക്കൈൽ ഹാലൈഡ് ഉണ്ട്. നമ്മൾ NH3 നമുക്ക് എങ്ങനെ എഴുതാം? NH2 ആയിട്ട് എഴുതാം. അപ്പോൾ ഈ എക്സും ഈ എച്ചും ചേർന്ന് ആര് ഫോം ചെയ്യും? HX അവിടെ ഫോം ചെയ്തു. പകരം എന്ത് ഫോം ചെയ്തു? ആറിൻ്റെ കൂടെ RNH2 എന്ന് പറയുന്ന അമീൻ അവിടെ ഫോം ചെയ്തു. So when halo alkane react with ഏതാണ്? അമോണിയ to produce corresponding ഏതാണ്? പ്രൈമറി അമീൻസ് എന്ന് പറയാം. അപ്പോൾ ഇക്വേഷൻ നമുക്ക് നോക്കാം. ഇവിടെ ജനറൽ ഇക്വേഷൻ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഏതാണ് നമ്മൾ നോക്കുന്നത്? CH3Cl ക്ലോറോ മീഥൈൻ ആരുമായിട്ട് റിയാക്ട് ചെയ്യുന്നു? NH3. അപ്പം ഇതിലെ ക്ലോറിനും ഹൈഡ്രജനും ചേർന്ന് ആര് പോവും? നമ്മുടെ HCl ഫോം ചെയ്തു. ഇനി ഇവിടെ ആരേ ഉള്ളൂ? എടുക്കുന്ന ആൽക്കൈൽ ഗ്രൂപ്പ് NH2 കമ്പൈൻ ചെയ്യും. എന്ത് ഫോം ചെയ്തു? CH3NH2 എന്ന് പറയുന്ന പ്രൈമറി അമീൻസ് അവിടെ എന്ത് ചെയ്തു? ഫോം ചെയ്തു. ഇതാണ് നമ്മുടെ സെക്കൻഡ് റിയാക്ഷൻ. ഇനി അടുത്ത റിയാക്ഷൻ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് റിയാക്ഷൻ വിത്ത് ഏതാണ്? ആൽക്കഹോളിക് KCN പൊട്ടാസ്യം സയനൈഡ്. അപ്പം നോക്കി വയ്ക്കണം, നമ്മുടെ നെക്സ്റ്റ് റിയാക്ഷൻ ഏതാണ്? റിയാക്ഷൻ ഓഫ് ഏതാണ്? ഹാലോ ആൽക്കൈൻ വിത്ത് ആൽക്കഹോളിക് KCN. ഇനി നമുക്ക് സ്വന്തമായിട്ട് പറയാൻ പറ്റും RX എന്ന് പറയുന്ന കോമ്പൗണ്ട് ആരുമായിട്ട് റിയാക്ട് ചെയ്യുന്നു? KCN. അപ്പോൾ ഇതിൽ KCNലെ K എക്സുമായിട്ട് കമ്പൈൻ ചെയ്ത് എന്ത് ഫോം ചെയ്തു? KX അവിടെ ഫോം ചെയ്തു. ഇനി നമ്മൾ നോക്കുമ്പോഴത്തേക്ക് അവിടെ ആര് മാത്രമേ ഉള്ളൂ? ഒരു R ഗ്രൂപ്പും പിന്നെ ഏതാണ്? CN ഗ്രൂപ്പും. അപ്പോൾ ഏത് കോമ്പൗണ്ട് ഫോം ചെയ്യും? RCN ഫോം ചെയ്യും. അപ്പോൾ ഏതായി? ആൽക്കൈൽ സയനൈഡ് അവിടെ ഫോം ചെയ്തു. അപ്പം നമ്മൾ നോക്കുമ്പോഴത്തേക്ക് എന്താണ്? ഒരു ഹാലോ ആൽക്കൈൻ റിയാക്ട് വിത്ത് ഏതാണ്? ആൽക്കഹോളിക് പൊട്ടാസ്യം സയനൈഡ് ടു പ്രൊഡ്യൂസ് കറസ്പോണ്ടിങ് ഏതാണ്? സയനൈഡ് അല്ലെങ്കിൽ ആൽക്കൈൽ സയനൈഡ് അവിടെ ഫോം ചെയ്തു. അപ്പോൾ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഏതാണ്? C3H7Cl എന്ന് പറയുന്ന ഏതാണ്? നമ്മൾ നോക്കുമ്പോഴത്തേക്ക് എത്ത് പ്രൊപ്പ്, അതായത് ക്ലോറോ ഏതാണ്? പ്രൊപ്പൈൻ അവിടെ KCNുമായിട്ട് റിയാക്ട് ചെയ്യും. അപ്പോൾ KCl പോയി പകരം ഏത് ഫോം ചെയ്യും? C3H7Cn എന്ന് പറയുന്ന ഏത്? എത്ത് പ്രൊപ്പ്. അപ്പം പ്രൊപ്പൈൽ സയനൈഡ് അവിടെ എന്ത് ഫോം ചെയ്യും? ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് നെക്സ്റ്റ് റിയാക്ഷൻ ആകുമ്പോഴത്തേക്ക് റിയാക്ഷൻ വിത്ത് ഏതാണ്? മോയിസ്റ്റ് സിൽവർ ഓക്സൈഡ്. അപ്പോൾ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് എടുക്കുന്ന റിയാക്ഷനിൽ RX ആരുമായിട്ട് റിയാക്ട് ചെയ്യും? AgOH റിയാക്ട് ചെയ്യും. ഇനി ഈ റിയാക്ഷൻ നടക്കാൻ പോകുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് എന്തുവാണ്? നമ്മൾ കൺസിഡർ ചെയ്യുന്ന ആൽക്കൈൽ ഹാലൈഡിൽ എക്സും ഈ ഇരിക്കുന്ന AGയും കമ്പൈൻ ചെയ്ത് ഫോം ചെയ്യും. AgX അവിടെ ഫോം ചെയ്തു. ഇനി നമുക്ക് ആരെയുള്ളൂ? മെയിനിൽ R ഗ്രൂപ്പ്, അത് OH കമ്പൈൻ ചെയ്ത് ആര് ഫോം ചെയ്യും? ആൽക്കഹോൾ അവിടെ ഫോം ചെയ്തു. അപ്പം എടുക്കുന്ന റിയാക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കാണ് റിയാക്ഷൻ വിത്ത് മോയിസ്റ്റ് സിൽവർ ഓക്സൈഡ്. നമ്മളെടുക്കുന്ന കോമ്പൗണ്ട് ആരുമായിട്ട് AgOH ഹൈഡ്രോക്സൈഡ് റിയാക്ട് ചെയ്യുമ്പോൾ എന്ത് ഫോം ചെയ്തു? കറസ്പോണ്ടിങ് ആൽക്കഹോൾ അവിടെ എന്ത് ചെയ്യും? ഫോം ചെയ്യും. ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത് എലിമിനേഷൻ റിയാക്ഷനാണ്. അപ്പോൾ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് എലിമിനേഷൻ റിയാക്ഷൻ ആകുമ്പോഴത്തേക്ക് ദ റിയാക്ഷൻ എന്താണ്? ഇൻ വിച്ച് 2 ആറ്റംസ് ഓർ ഗ്രൂപ്പ് ആർ റിമൂവ്ഡ് ഫ്രം ഏതാണ്? അഡ്ജസൻറ്റ് കാർബൺ ആറ്റമിനെ മോളിക്യൂൾ ടു ഫോം ഏതാണ്? അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട്. ഇതിന് വിളിക്കുന്ന പേരാണ് ഏത്? എലിമിനേഷൻ റിയാക്ഷൻ. നമ്മൾ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് എലിമിനേഷൻ റിയാക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ എന്താണ്? ഒരു രണ്ടോ അല്ലെങ്കിൽ ആറ്റോ അല്ലെങ്കിൽ എന്തോ 2 ഗ്രൂപ്പ്സ് ഓഫ് ആറ്റമോ നമ്മൾ അഡ്ജസൻറ്റ് കാർബണിൽ നിന്ന് റിമൂവ് ചെയ്ത്
അതിനെ ഏതാക്കി മാറ്റും, ഒരു അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട് ആക്കി മാറ്റുന്ന പ്രോസസ്സാണ് ഏത്, എലിമിനേഷൻ റിയാക്ഷൻ. അതിൽ കാണുന്ന മെയിൻ റിയാക്ഷനാണ് ഇത് ഡീഹൈഡ്രോ ഹാലജനേഷൻ. ഇത് അവിടെ ഇമ്പോർട്ടൻ്റ് ആണ്, ഡീഹൈഡ്രോ ഹാലജനേഷൻ. അപ്പം ഇവിടെ നമ്മൾ എടുക്കുന്ന കോമ്പൗണ്ടിന് ആൽക്കൈൽ ഹാലൈഡ് നമ്മൾ ആരൊക്കെയായിട്ട് റിയാക്ട് ചെയ്യും, ഒരു KOHO അല്ലെങ്കിൽ എന്ന് പറയുമ്പോഴത്തേക്ക് NaOHO ആയിട്ടോ നിങ്ങൾ റിയാക്ട് ചെയ്യും. പക്ഷേ അവിടെ നമ്മൾ നോക്കേണ്ടത് ഏതാണ് അവനെന്ന് പറയുന്നത്, ആൽക്കഹോളിക് സൊല്യൂഷനാണ് നമ്മൾ എടുക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ട ഏതാണ്, അക്വസ് KOHും NaOHും. പക്ഷേ നമ്മൾ ഇവിടെ കാണുന്ന മെയിനായിട്ട് എടുക്കുന്നത് ആൽക്കഹോളിക്, നമ്മുടെ സ്പെസിഫൈ ചെയ്ത് തന്നെ അവിടെ നമ്മൾ എന്ത് ചെയ്യണം, പറയണം ആൽക്കഹോളിക് എന്ന്. ഓക്കെ, അപ്പം നമ്മളെടുക്കുന്ന ഹാലോ ആൽക്കൈനെ ആൽക്കഹോളിക് KOHO NaOHO റിയാക്ട് ചെയ്യുമ്പോൾ ഏത് റിയാക്ഷൻ നടക്കും, ഡീഹൈഡ്രോ ഹാലജനേഷൻ. അപ്പോൾ ആരൊക്കെ റിമൂവ് ചെയ്ത് പോകും, ഒരു ഹാലജൻ ഗ്രൂപ്പും പോകും, പിന്നെ നമ്മൾ എന്താണ് വാട്ടറും അവിടെ എലിമിനേറ്റ് ചെയ്ത് പോകും. ഓക്കെ, ഇപ്പോൾ റിയാക്ഷൻ നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ എടുക്കുന്ന പറയുമ്പോഴത്തേക്ക് നമ്മൾ എന്താണ്, ഒരു ബ്രോമോ അല്ലെങ്കിൽ ഒരു ആൽക്കൈൽ ഹാലൈഡ്, സപ്പോസ് ആൽക്കൈൽ ഹാലൈഡ് എടുത്തു. നമ്മൾ എടുക്കുന്ന ഏതാണ്, ഒരു ആൽക്കഹോളിക് ഏതാണ്, KOH എടുത്തു. അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കും, നമ്മൾ എടുക്കുമ്പോഴത്തേക്ക് എടുക്കുന്ന കോമ്പൗണ്ട് KX എലിമിനേറ്റ് ചെയ്ത് പോകും. അതുപോലെ ഏത് ഫോം റിയാക്ട് ചെയ്യും, വാട്ടറോടെ ഫോം ചെയ്യും. മെയിൻ പ്രോഡക്റ്റ് ഏതാണ്, ആൽക്കീൻ അവിടെ ഫോം ചെയ്തു. അപ്പം ആസ് എ റിസൾട്ട് ഓഫ് ഡീഹൈഡ്രോ ഹാലജനേഷൻ ഓഫ് ഏതാണ്, ആൽക്കൈൽ ഹാലൈഡ് ടു ഫോം ഏതാണ്, ആൽക്കീൻ. ഇപ്പോൾ റിയാക്ഷൻ നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ എടുക്കുന്ന ഐഡോ ഏതാണ്, പ്രൊപ്പൈൻ എടുക്കുവാണ്. KOH ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോഴത്തേക്ക് ഈ ഐഡിനും കെയും ചേർന്ന് ആര് പോവും, KI പോയി. ഇനി വീണ്ടും അവിടെ ആരാണുള്ളത്, നമ്മളെടുക്കുന്ന ബീറ്റയിലെ ഹൈഡ്രജനും KOHയിലെ OHും കമ്പൈൻ ചെയ്ത് ആര് പോകുന്നു, H2. അപ്പം മെയിൻ പ്രോഡക്റ്റ് ആര് ഫോം ചെയ്തു, അവിടെ CH ഡബിൾ ബോണ്ട് CH2 എന്ന് പറയുന്ന ആൽക്കീൻ അവിടെ ഫോം ചെയ്യും. ഈ റിയാക്ഷൻ നമുക്ക് എന്നും വിളിക്കാം, ബീറ്റ എലിമിനേഷൻ റിയാക്ഷൻ എന്നും അവിടെ പറയാം. കാരണം ഇവിടുത്തെ ഏത് ഹൈഡ്രജനാണ് പോയത്, ബീറ്റ കാർബണിലെ ഹൈഡ്രജനാണ് എന്ത് ചെയ്യുന്നത്, പോകുന്നത്. അപ്പോൾ റിയാക്ഷൻ നമുക്ക് എന്തും വിളിക്കാം, ബീറ്റ എലിമിനേഷൻ റിയാക്ഷൻ എന്ന് നമുക്ക് പറയാം. അടുത്ത റിയാക്ഷൻ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഇതിൽ കൂടെ വരുന്നതാണ് ഏതെന്ന് പറഞ്ഞാൽ സൈറ്റ്സ് ഓഫ് ഫ്രൂട്ട്. അത് നമ്മൾ പഠിച്ചതാണ്. നമ്മളിന്നൊരു റിയാക്ഷൻ, നമ്മൾ ഡീഹൈഡ്രോ ഹാലജനേഷൻ റിയാക്ഷൻ വരുമ്പോഴത്തേക്ക് എന്ത് ചെയ്യാം, ഒരു രണ്ട് പ്രോഡക്റ്റ് അവിടെ ഫോം ചെയ്യാം. അവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഏതാണ്, മെയിൻ പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ആൽക്കീനിൽ വിച്ച് ഹാസ് എ ഗ്രേറ്റർ നമ്പർ ഓഫ് ആൽക്കൈൽ ഗ്രൂപ്പ് അറ്റാച്ച് ടു ദി ഡബിൾ ബോണ്ടഡ് കാർബൺ. അപ്പം മെയിൻ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഡബിൾ ബോണ്ടഡ് കാർബണിൽ എന്താണ്, ഗ്രേറ്റർ നമ്പർ ഓഫ് ആൽക്കൈൽ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അതിന് നമ്മൾ എന്ത് വിളിക്കാം, മെയിൻ പ്രോഡക്റ്റായിട്ട് നമുക്ക് അവിടെ എന്ത് ചെയ്യാം, കൺസിഡർ അവിടെ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഇക്വേഷനായിട്ട് നമുക്ക് നോക്കാം. ഇക്വേഷൻ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഏതാണ്, CH3 പിന്നെ ഏതാണ് CH2Cl സിംഗിൾ ബോണ്ട് ഏതാണ് CH3 എടുത്തു. അപ്പോൾ ഇതിന് നമ്മൾ ആരുമായിട്ട് റിയാക്ട് ചെയ്യാൻ പോവുകയാണ്, KOHുമായിട്ട് റിയാക്റ്റ് അവിടെ ചെയ്യുന്നു. ഏത് KOH ആണ് നമ്മൾ എടുക്കുന്നത് പറയുമ്പോഴത്തേക്ക് ഒരു ആൽക്കഹോളിക് KOH. അപ്പം ഇവിടെ എലിമിനേഷൻ റിയാക്ഷൻ വഴി ആരൊക്കെ പോകാം, KCl പോകാം, പിന്നെ ഏതും പോകാം, H2O എലിമിനേറ്റ് ചെയ്ത് പോകാം. അപ്പോൾ നമുക്ക് അവിടെ എന്ത് ഫോം ചെയ്യും, രണ്ട് പ്രോഡക്റ്റ് അവിടെ എന്ത് ചെയ്യാം, ഫോം ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് നോക്കാം, ഏതാണ് ഫസ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് CH3 പിന്നെ എന്താണ്, സിംഗിൾ ബോണ്ട് CH ഡബിൾ ബോണ്ട് CH സിംഗിൾ ബോണ്ട് CH3. ഇതാണ് നമുക്ക് കിട്ടുന്ന ഒരു പ്രോഡക്റ്റ്. രണ്ടാമത്തെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് അതുപോലെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് CH3 സിംഗിൾ ബോണ്ട് CH2 പിന്നെ ഏതാണ് CH2 പിന്നെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഏതാണ് CH2 അല്ല, അപ്പോൾ അവിടെ എന്ത് ഫോം ചെയ്യും, ഡബിൾ ബോണ്ട് CH അവിടെ എന്ത് ചെയ്ത് ഫോം ചെയ്യും. അങ്ങനെ രണ്ട് പ്രോഡക്റ്റ് നമുക്ക് അവിടെ എന്ത് ചെയ്യാം, ഫോം ചെയ്യാം. അപ്പം ഇതിൽ ഒരു പ്രോഡക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഏതാണ് മേജറും, മറ്റേ ആളെന്ന് പറയുമ്പോഴത്തേക്ക് ഏതായിരിക്കും മൈനറുമായിട്ട് വരാം. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഏതാണ് നമ്മൾ എടുക്കുന്ന ഏത് മേജർ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഫസ്റ്റ് പ്രോഡക്റ്റാണ് ഏതെന്ന് പറയുന്നത് മേജറായിട്ട് വരുന്നത്. കാരണം ഇവിടെ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് അനുസരിച്ച് ഏതാണ് ഹയർ ദ നമ്പർ ഓഫ് ഏതാണ് ആൽക്കൈൽ ഗ്രൂപ്പ്. അപ്പം ഡബിൾ ബോണ്ട് അപ്പുറം ഇപ്പുറം എത്ര ഓരോ ആൽക്കൈൽ ഗ്രൂപ്പ് വീതമുണ്ട്. അപ്പം ഇത് ആരായിട്ട് മാറും, മേജർ പ്രോഡക്റ്റ്. താഴത്തെ എന്ന് പറയുമ്പോഴത്തേക്ക് ഏതാണ് മൈനർ. അപ്പോൾ ആദ്യത്തെ ആളുടെ പേരെന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് ബ്യൂട്ട് 2 ഈൻ, താഴത്തെ പ്രോഡക്റ്റ് പറയുമ്പോഴത്തേക്ക് ഏതാണ് ബ്യൂട്ട് 1 ഈൻ.
ഫസ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് 80%, താഴത്തെന്ന് പറയുമ്പോഴത്തേക്ക് എത്രയാണ് 20%ഓടെ പ്രോഡക്റ്റ് ഫോം ചെയ്യും. ഇതാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഏതെന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന സെയ്റ്റ്സ് ഓഫ് റൂളായിട്ട് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പം ഒരു സെയ്റ്റ്സ് ഓഫ് റൂൾ അനുസരിച്ച് നമ്മൾ എടുക്കുന്ന ഏതാണ് ഒരു ഹാലോ ആൽക്കെയിൻ എന്ന് പറയുന്നത് ആൽക്കഹോൾ KOH റിയാക്ട് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് ഫോം ചെയ്യും? 2 ഡിഫറെൻറ്റ് പ്രോഡക്റ്റ്സ് അവിടെ എന്ത് ചെയ്യാം? ഫോം ചെയ്യാം. അതിൽ ആൽക്കീൻ വിത്ത് ഏതാണ് ലെസർ നമ്പർ ഓഫ് ഹൈഡ്രജൻ ഓൺ ദി ഏതാണ് ഡബിൾ ബോണ്ടഡ് കാർബൺ ആറ്റംസ് ആർ പ്രിഫേർഡ് ദി പ്രോഡക്റ്റ്. ഇതാണ് നമ്മുടെ സെയ്റ്റ്സ് ഓഫ് റൂൾ നമ്മളവിടെ പറയുന്നത്. ഇനി അടുത്ത റിയാക്ഷൻ നമ്മൾ നോക്കുന്നത് ഏതാണ്? റിയാക്ഷൻ വിത്ത് മെറ്റലാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് നോക്കുന്ന റിയാക്ഷൻ ഇതാണ് സോഡിയം മെറ്റൽ. ആ റിയാക്ഷൻ ഒരു പേരുണ്ട്, വുഡ്സ് റിയാക്ഷൻ. അപ്പം ഇതെല്ലാം നെയിമിങ് റിയാക്ഷനിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആണ് വുഡ്സ് റിയാക്ഷനായിട്ട് നമ്മൾ നോക്കുന്നത്. അപ്പോഴത്തേക്ക് എന്താണ് ഇവിടെ എന്താണ് ഒരു ആൽക്കൈൽ ഹാലൈഡ് ട്രീറ്റഡ് വിത്ത് ഏതാണ് മെറ്റാലിക് സോഡിയം ഇൻ ഏതാണ് പ്യുവർ ഡ്രൈ ഈതർ. അപ്പം ആൽക്കൈൽ ഹാലൈഡ് റിയാക്ട് വിത്ത് സോഡിയം മെറ്റൽ ഇൻ ഡ്രൈ ഈതർ. അപ്പോൾ ഏതാണ് ടു ഫോം ഏതാണ് എ ഹൈഡ്രോ കാർബൺ. അപ്പോൾ ഇവിടെ കിട്ടുന്ന കോമ്പൗണ്ട് ഏതാണ് ഹൈഡ്രോ കാർബൺ. അവിടെ വേറൊരു കാര്യം കൂടെ നമ്മൾ നോക്കണം, കണ്ടെയ്ൻ ട്വൈസ് ദ നമ്പർ ഓഫ് കാർബൺ ആറ്റം ഇൻ ദി ആൽക്കൈൽ ഹാലൈഡ്. ഇപ്പം നമ്മളെടുക്കുന്ന ആൽക്കൈൽ ഹാലൈഡിൻ്റെ ട്വൈസ് ആണ് അല്ലെങ്കിൽ ഇരട്ടിയാണ് നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റിലെ കാർബണിൻ്റെ എണ്ണം. ഇതാണ് ഏത് വുഡ്സ് റിയാക്ഷൻ. നോക്കാം ഇക്വേഷൻ. എടുക്കുന്ന ആൽക്കൈൽ ഹാലൈഡ് RX സോഡിയം മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്യും, എന്ത് ഫോം ചെയ്യും? ഇൻ ദ പ്രസൻസ് ഓഫ് ഡ്രൈ ഈതർ. അപ്പോൾ എന്ത് കിട്ടി? RR എന്ന് പറയുന്നൊരു കോമ്പൗണ്ട് ഫോം ചെയ്തു. ബൈ പ്രോഡക്റ്റ് ഏതാണ് NaX അവിടെ എന്ത് ചെയ്തു? ഫോം ചെയ്തു. ഇതാണ് നമ്മൾ എടുക്കുന്ന ജനറൽ ഇക്വേഷൻ. പക്ഷേ നമുക്ക് മെയിനായിട്ട് എഴുതി നോക്കാം. CH3Br എന്ന് പറയുന്നത് 2 moles ഓഫ് ബ്രോമോ മീഥേൻ എടുക്കുകയാണ്. അതിൻ്റെ കൂടെ നമ്മൾ മെറ്റൽ സോഡിയം മെറ്റൽ ഇൻ ദ പ്രസൻസ് ഓഫ് ഡ്രൈ ഈതർ. ഈ സോഡിയം ബ്രോമിനുമായിട്ട് കമ്പൈൻ ചെയ്ത് എന്ത് ഫോം ചെയ്തു? NaBr. ഇനി നമുക്ക് എന്തേ ഉള്ളൂ അവിടെ നമ്മളെടുക്കുന്ന CH3യും കമ്പൈൻ ചെയ്ത് എന്ത് ഫോം ചെയ്യും? നമ്മുടെ മെയിൻ പ്രോഡക്റ്റായ ഈഥെയിൻ അവിടെ ഫോം ചെയ്യും. ഓക്കെ, ഇതാണ് വുഡ്സ് റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത് പറയുമ്പോഴത്തേക്ക് റിയാക്ഷൻ വിത്ത് ഏതാണ് മഗ്നീഷ്യം മെറ്റൽ, അതായത് ഫോർമേഷൻ ഓഫ് ഏതാണ് ഗ്രിഗ്നാർഡ് റിയേജൻ്റ് ആണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇനി നമ്മൾക്ക് നോക്കുന്നതിൽ ഒരു ആൽക്കൈൽ ഹാലൈഡ് ഉണ്ട്, അവിടെ നമ്മൾ ആരുമായിട്ട് റിയാക്ട് ചെയ്യും? മഗ്നീഷ്യം മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്യും. ഇവിടെയും ഇൻ ദ പ്രസൻസ് ഓഫ് ഏതാണ് ഡ്രൈ ഈതർ ടു ഫോം ഏതാണ് ആൽക്കൈൽ മഗ്നീഷ്യം ഹാലൈഡ്. അപ്പോൾ എന്താണ് ഗ്രിഗ്നാർഡ് റിയേജൻ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ കൺസിഡർ ഗ്രിഗ്നാർഡ് റിയേജൻ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഓർഗാനോ മെറ്റാലിക് കോമ്പൗണ്ടാണ് ഏതെന്ന് പറയുന്നത് നമ്മളെടുക്കുന്ന ഗ്രിഗ്നാർഡ് റിയേജൻ്റ്. അതിൻ്റെ ജനറൽ ഫോമിൽ എന്തുവാണ്? RMgX ആണ് ഗ്രിഗ്നാർഡ് റിയേജൻ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം? എടുക്കുന്ന ആൽക്കൈൽ ഹാലൈഡിനെ മഗ്നീഷ്യം മെറ്റലുമായിട്ട് നമ്മൾ റിയാക്ട് ചെയ്യും ഇൻ ദ പ്രസൻസ് ഓഫ് ഡ്രൈ ഈതർ ടു ഫോം ആൻ അഡീഷണൽ പ്രോഡക്റ്റ് കോൾഡ് ആൽക്കൈൽ മഗ്നീഷ്യം ഹാലൈഡ്. ഇതാണ് നമ്മളെടുക്കുന്ന ഫോർമേഷൻ. നമുക്ക് നോക്കാം. ഐഡോ ഈഥേനെ നമ്മൾ ആരുമായിട്ട് റിയാക്ട് ചെയ്യും? മഗ്നീഷ്യം മെറ്റലുമായിട്ട് ഇൻ ദ പ്രസൻസ് ഓഫ് ഏതാണ് ഡ്രൈ ഈതർ ടു ഫോം ഏതാണ് CH3Mgi. ഇതാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഏത് ഗ്രിഗ്നാർഡ് റിയേജൻ്റ്. ഓക്കെ, അടുത്ത റിയാക്ഷൻ നമുക്ക് നോക്കാം. ഏതാണ് നമ്മളെടുക്കുന്ന സ്റ്റീരിയോ കെമിക്കൽ ആസ്പെക്ട്സ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ഉണ്ട്. നമുക്ക് 2 കാര്യം കൂടെ നമുക്ക് അവിടെ നോക്കാനുണ്ട്. ഏതാണ് SN1 റിയാക്ഷൻ, പിന്നെ എന്ന് പറയുമ്പോഴത്തേക്ക് ഏതാണ് SN2 റിയാക്ഷനുമായിട്ട് വരുമ്പോഴത്തേക്ക്. അപ്പോൾ നമുക്ക് എന്താണ് SN1ഉം SN2ഉം നമുക്കറിയാം. എന്താണ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ SN റിയാക്ഷൻ. 1 ആകുമ്പോൾ എന്താണ് യൂണിമോളിക്കുലാറും, 2 ആകുമ്പോഴത്തേക്ക് എന്താണ് ബൈമോളിക്കുലർ. അങ്ങനെ നമ്മൾ SN മീൻസ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനായിട്ട് 2 റിയാക്ഷൻ നമുക്ക് അവിടെ നോക്കാം. എന്താണ് SN1ഉം പിന്നെ ഏതാണ് SN2 റിയാക്ഷൻ എന്ന്. അപ്പോൾ SN2 നമുക്ക് ആദ്യം എന്ത് ചെയ്യാൻ കൺസിഡർ ചെയ്യാം. അപ്പോൾ SN2 എന്താണ് when the rate of nucleophilic substitution depend upon the concentration of ഏതാണ് 2 molecules. അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്ന കെമിക്കൽ റിയാക്ഷനിൽ എന്താണ് ആ റിയാക്ഷൻ്റെ റേറ്റ് ഡിപ്പെൻഡ് ചെയ്യുന്ന ആരെയാണ്? കോൺസെൻട്രേഷൻ ഓഫ് 2 molecules. 2 moleculesനെ എന്ത് ചെയ്യണം? ഡിപ്പെൻഡ് ചെയ്യണം. അങ്ങനെയുള്ള റിയാക്ഷനാണ് ഇത് SN2. അപ്പോൾ SN1 എന്ന് പറയുമ്പോൾ ഡിപ്പെൻഡ്സ് ഓൺ ഏതായിരിക്കും? 1 molecule ആണ്. ഓക്കെ, അപ്പം SN2 ദ റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ ഡിപ്പെൻഡ്സ് ഓൺ ബോത്ത് ദി സ്പീഷീസ്. ആ റിയാക്റ്റൻ്റ് ആയിട്ട് വരുന്ന 2 പേരെ അവൻ എന്ത് ചെയ്യും? ഡിപ്പെൻഡ് അവിടെ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് നോക്കാം. എന്താണ് CH3Br OH- ആയിട്ട് കമ്പൈൻ ചെയ്യും.
അപ്പോൾ കിട്ടുന്ന പ്രോഡക്റ്റ് ഏതാണ്? OH പകരം എന്ത് ചെയ്യും? ആൽക്കഹോൾ അവിടെ ഫോം ചെയ്യും, CH3 OH അവിടെ ഫോം ചെയ്യും. നമ്മൾ +1 നിങ്ങൾ അതിൻ്റെ റിയാക്ഷൻ മെക്കാനിസം എല്ലാം നമ്മൾ പഠിച്ചതാണ്. അതുകൊണ്ട് നമ്മൾ അതിൻ്റെ റിയാക്ഷൻ മെക്കാനിസം നമ്മൾ എന്താണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, ജസ്റ്റ് നമ്മൾ അതിൻ്റെ റിയാക്ഷൻ പറയുന്നു. ഇനി അതിൻ്റെ കൈനറ്റിക് തിയറി നമ്മൾ റേറ്റ് എന്ന് പറയുമ്പോൾ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു. അപ്പോൾ നമ്മൾ SN2ൽ റേറ്റ് ഓഫ് റിയാക്ഷൻ എന്താണ് ഡിപ്പെൻഡ്സ് ഓൺ ബോത്ത് സ്പീഷീസ്, ദെയർഫോർ ദ റേറ്റ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ഏതാണ്? CH3Br ആൻഡ് കോൺസെൻട്രേഷൻ ഓഫ് OH മൈനസ്. അപ്പോൾ റേറ്റ് എഴുതുമ്പോൾ റേറ്റ് ഈസ് ഈക്വൽ ടു K ഇൻറ്റു എന്താണ്? CH3Br ഇൻറ്റു OH. K എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഏതാണ്? സ്പെസിഫിക് കോൺസ്റ്റൻ്റ് ആണ് ആളെന്ന് പറയുന്നത്. ഇതാണ് നമ്മളെടുക്കുന്ന ഏത് SN2 റിയാക്ഷൻ എന്നവിടെ പറയുന്നത്. അത് മെക്കാനിസം നമുക്ക് നോക്കാം. മെക്കാനിസം നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഇവിടെ നമുക്ക് എന്താണ് എടുക്കുന്ന റിയാക്ഷനിൽ അപ്പോൾ നമുക്ക് റിയാക്ഷൻ എഴുതി നോക്കുമ്പോഴത്തേക്ക് എന്താ നമ്മളെടുക്കുന്നൊരു കാർബൺ, ഹൈഡ്രജൻ, പിന്നെ ഏതുണ്ട് ഒരു ഹാലജൻ, ഹൈഡ്രജൻ. ഇതിപ്പം ഇങ്ങനെയാണ് നമ്മൾ എടുക്കുന്ന ആരെന്ന് പറയുന്നത് റിയാക്ഷനായിട്ട് നമ്മൾ നോക്കുന്നത്. അപ്പം ഇതിൽ ആരാണ് അറ്റാക്ക് ചെയ്യാൻ വരുന്നത്? നമ്മളൊരു OH മൈനസ് എന്ന് പറയുന്ന ഒരു അറ്റാക്കിങ് റിയേജൻ്റ് അവിടെ എന്ത് ചെയ്യും? വരും. അപ്പം ഇവിടെ റിയേജൻ്റ് വരുന്നതിൻ്റെ കൂടെ തന്നെ എന്ത് ചെയ്യും? നമ്മൾ ലിവിങ് ഗ്രൂപ്പായ ബ്രോമിൻ എന്ത് ചെയ്യും? പോവും. അപ്പം അവിടെ ഒരു ഇൻ്റർമീഡിയറ്റ് സ്റ്റെപ്പ് അവിടെ എന്ത് ചെയ്യാം? ഫോം ചെയ്യാം. അപ്പം ഇതാണ് ഇത് OH വരുന്നത്. ഇവിടെ കൂടെ ആയിരിക്കും ആര് പോകുന്നത്? നമ്മളെടുക്കുന്ന ഹാലജൻ ഗ്രൂപ്പ്, സപ്പോസ് ബ്രോമിൻ ആയിരിക്കാം. ഓക്കെ, ഇതാണ് നമ്മൾക്ക് ട്രാൻസിഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മൾ ട്രാൻസിഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യും? ഈ OH ഗ്രൂപ്പ് വരുമ്പോഴത്തേക്ക് അതേ വരുന്നത് പോലെ എന്ത് ചെയ്യും? ആ ബ്രോമിൻ ഗ്രൂപ്പ് അവിടെ നിന്ന് എക്സിസ്റ്റ് ആവും. അപ്പോൾ കിട്ടുന്ന കോമ്പൗണ്ട് ഏതായിരിക്കും? HCH. ഇവിടെ ഏതായിരുന്നു? OH. പിന്നെ ഇവിടെ എന്ത് വരും? ഹൈഡ്രജൻ. അതുപോലെ ഏതാണ്? ഹൈഡ്രജൻ പ്ലസ് ഏത് പോവും? Br മൈനസ്. ഇതാണ് നമ്മൾ കാണുന്ന ഏതെന്ന് പറയുന്നത് റിയാക്ഷനായിട്ട് കാണുന്നത്. നമ്മളിത് +1 നമ്മൾ കാണുന്നതാണ് ഇത് റിയാക്ഷൻ SN2 റിയാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് എത്ര സ്റ്റെപ്പ് പ്രോസസ്സാണ്? സിംഗിൾ സ്റ്റെപ്പ് പ്രോസസ്സാണ് ഏതെന്ന് പറയുന്നത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന SN2 റിയാക്ഷൻ എന്നവിടെ പറയുന്നത്. ഓക്കെ, അപ്പം ഈസിയാണ് ഏതെന്ന് പറയുന്നത് SN2 റിയാക്ഷൻ എന്നവിടെ പറയുന്നത്. ഇനി നമുക്ക് അടുത്ത് വേണ്ടതെന്ന് പറയുമ്പോഴത്തേക്ക് ഇതുപോലെയാണ് ഏത് SN1 റിയാക്ഷൻ നമുക്ക് വേണം. SN1 റിയാക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഏതാണ്? യൂണിമോളിക്കുലർ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷനാണ് SN1 എന്ന് പറയുന്നത്. അപ്പം ഇതെന്ന് പറയുമ്പോഴത്തേക്ക് ദ റേറ്റ് ഓഫ് റിയാക്ഷൻ ഡിപ്പെൻഡ്സ് ഓൺ ഏതായിരിക്കും? കോൺസെൻട്രേഷൻ ഓഫ് ഓൺലി 1 മോളിക്യൂൾ. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ റിയാക്ഷൻ്റെ റേറ്റ് ആരെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യൂ? ഒരാളുടെ കോൺസെൻട്രേഷൻ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യത്തുള്ളൂ. അപ്പം ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദി 1 സബ്സ്ട്രേറ്റ് മോളിക്യൂൾ. അപ്പം സബ്സ്ട്രേറ്റിനെ മാത്രമേ എന്ത് ചെയ്യൂ? ഡിപ്പെൻഡ് ചെയ്യൂ. ന്യൂക്ലിയോഫൈൽ അവൻ എന്ത് ചെയ്യത്തില്ല? ഡിപ്പെൻഡ് ചെയ്യത്തില്ല SN1. പക്ഷേ SN2 അവൻ ആരെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തു? സബ്സ്ട്രേറ്റ് മോളിക്യൂളിനെയും. പിന്നെ എന്ന് പറയുമ്പോഴത്തേക്ക് ഏതാണ്? ന്യൂക്ലിയോഫൈൽ. ഇതാണ് നമ്മൾ എടുക്കുന്ന ഏത് SN1 റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് അതിൻ്റെ നോക്കാം. നമ്മളെടുക്കുന്ന ഏതാണ്? ഒരു ബ്രോമോ എടുക്കുന്ന ടെറിഷറി കോമ്പൗണ്ട്, ടെറിഷറി ബ്യൂട്ടൈൽ ബ്രോമൈഡ് ഉണ്ട്. ഒരു ന്യൂക്ലിയോഫൈലുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമ്മൾ ബ്രോമിൻ പോയി ആദ്യം എന്ത് ഫോം? ഇതിനിടയ്ക്ക് ഒരു സ്റ്റെപ്പ് കൂടെ ഉണ്ട്. ഏത് സ്റ്റെപ്പാണ്? അതായത് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഇടയ്ക്കുള്ള സ്റ്റെപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിന് മുന്നേ ഏത് ഫോം ചെയ്യും? CH3 ഇവിടെ എന്ത് ഫോം ചെയ്യും? അതുപോലൊരു പ്ലസ്സും അവിടെ എന്ത് ചെയ്യാം? ഫോം ചെയ്യാം. ഓക്കെ, അതിന് ശേഷമാണ് അവിടെ ആര് അറ്റാക്ക് ചെയ്യാൻ വരുന്നത്? OH മൈനസ് വരുന്നത്. അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്ക് SN1 എന്ന് പറയുമ്പോഴത്തേക്ക് എത്ര 2 സ്റ്റെപ്പ് പ്രോസസ്സാണ്. ആദ്യം അവിടെ എന്ത് ഫോം ചെയ്യും? കാറ്റയോൺ അവിടെ ഫോം ചെയ്യും, കാർബോ കാറ്റയോൺ അവിടെ ഫോം ചെയ്യും. അതിലോട്ടാണ് നമ്മൾ വീണ്ടും ആര് വരാൻ പോകുന്നത്? Br മൈനസ് അവിടെ എന്ത് ചെയ്യാൻ പോകുന്നത്? Br മൈനസ് പോയിട്ട് അവിടെ ആദ്യം കാർബോ കാറ്റയോൺ ഫോം ചെയ്യും. അതിലോട്ടാണ് OH മൈനസ് വരുന്നത്. അപ്പം ഈ റിയാക്ഷൻ SN1 എന്ന് പറയുമ്പോഴത്തേക്ക് ഏതാണ്? എത്ര സ്റ്റെപ്പ് പ്രോസസ്സായി? 2 സ്റ്റെപ്പ് പ്രോസസ്സായ ആണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. പക്ഷേ റേറ്റ് എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ ഓഫ് ഏതാണ്? സബ്സ്ട്രേറ്റ് മോളിക്യൂൾ. അപ്പോൾ റേറ്റ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ ഓഫ് ഏതാണ്? CH3CBr. അപ്പോൾ റേറ്റ് ഈസ് ഈക്വൽ ടു K ഈസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് CH3CBr. പക്ഷേ ഇവിടെ എത്ര സ്റ്റെപ്പ് പ്രോസസ്സാണ് നമ്മൾ നോക്കുമ്പോൾ നമ്പർ ഓഫ് സ്റ്റെപ്പ് ഇൻ റിയാക്ഷൻ നമ്മൾ എത്രയാണ്? 2 ആണ്. ഇതാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഏതെന്ന് പറയുന്നത്
SN1 പിന്നെ എന്ന് പറയുമ്പോഴത്തേക്ക് SN2 റിയാക്ഷനായിട്ട് വരുന്നത്. ഓക്കെ, ഇതാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു കെമിക്കൽ റിയാക്ഷൻസ് ഓഫ് ഏത് ഹാലോ ആൽക്കെയിൻ. അപ്പം നമ്മൾ ഹാലോ ആൽക്കെയിൻ ആൻഡ് ഹാലോ അലൈൻസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ നമ്മൾ ഹാലോ ആൽക്കെയിൻ്റെ പ്രിപ്പറേഷൻ ഒരു ക്ലാസ്സും അതിനുശേഷം നമ്മൾ ഇത് കാണും, ഹാലോ ആൽക്കെയിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടീസ് നമ്മൾ കാണുന്നു. അപ്പോൾ ആ ചാപ്റ്റർ നമ്മൾ എന്ത് ചെയ്യും, 4 ഡിവൈഡ് ചെയ്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നോക്കുന്നത്. അപ്പോൾ ചാപ്റ്റർ എന്തായിരിക്കും, ഭയങ്കര ഈസി ആയിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ ചോദിക്കാം. ഏതെങ്കിലും ടോപ്പിക്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ ചോദിക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.